ചെയ്തിട്ടുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ബൊറൂട്ടോൻ്റെ FTG ഇപ്പോൾ കവാക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബൊറൂട്ടോൻ്റെ മൂവ്മെൻ്റ് ആർക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബൊറൂട്ടോ ഇത്രയും കാലം ഫ്ലെക്സിങ് എല്ലാം ചെയ്തത്. ഇനി ബൊറൂട്ടോനെ കൊണ്ട് അത് പറ്റിയില്ല. കാരണം കവാക്കീൻ്റെ അടുത്ത് അവൻ്റെ FTGനെ കുറിച്ചുള്ള എല്ലാ കാര്യവും പറഞ്ഞു. ബൊറൂട്ടോൻ്റെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സു പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമൊന്നുമില്ല, അത്രയും ഹാർഡുള്ള സംഭവമാണ്. അതിന് ഇത്തിരി ശ്രദ്ധിച്ചു വേണം അതെല്ലാം ചെയ്യാൻ. അവൻ്റെ ചക്രനെ ഇമ്മ്യൂട്ട് ബന്ധനായി ചക്രനെ കൊണ്ടുവേണം അവനെ ടെലിപ്പോർട്ട് ചെയ്യാൻ. ഇങ്ങനെ വിചാരിക്കണമെങ്കിൽ അവനൊരു സമാധാനത്തിലൂടെ മാത്രമേ അവനത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവന് സമാധാനം ഒരിക്കലും ഇല്ല വെച്ചോ അവന് അങ്ങനെ ടെലിപ്പോർട്ടേ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ നമ്മുടെ കവാക്കീനെ സിമ്പിളായിട്ട് ടെലിപ്പോർട്ടിങ് ജിറ്റ്സു ബ്രേക്ക് ചെയ്യാൻ പറ്റും? ബൊറൂട്ടോൻ്റെ ലോങ് റേഞ്ച് ടെലിപ്പോർട്ടിങ് ജിറ്റ്സു ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ അവന് നടക്കുള്ളൂ എന്ന് കവാക്കീൻ്റെ അടുത്ത് അവൻ സ്പോയിലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് റേഞ്ചുള്ള മെറ്റലിനെ അവന് സെൻസ് ചെയ്യാൻ ഒരുപാട് കഷ്ടമായിരിക്കും. ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു വെച്ചോ ബൊറൂട്ടോൻ്റെ ചക്ര ഒരുപാട് കമ്മിയാകുമായിരിക്കും. ജൂറ വേഴ്സസ് ബൊറൂട്ടോ ഫൈറ്റിൽ ഒരുപാട് ചക്ര കമ്മിയായതിനുള്ള കാരണമേ ഈ കാരണമാണ്. ഫസ്റ്റിൽ കവാക്കിക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ് വില്ലേജിൽ ഫുള്ളും നല്ല അളവിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാകുക. ബൊറൂട്ടോ ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരും എന്ന് കവാക്കി വിചാരിച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ ബൊറൂട്ടോൻ്റെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സുവിനെ കുറിച്ച് കവാക്കിക്ക് അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ബൊറൂട്ടോ സീരീസിൽ ഫസ്റ്റ് കണ്ട മാതിരി ഫ്യൂച്ചറിൽ എന്ത് വന്നാലും കവാക്കി വേഴ്സസ് ബൊറൂട്ടോ ഫൈറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ ബൊറൂട്ടോനെ ടെലിപ്പോർട്ട് ആകാനേ കവാക്കി വിടില്ല. ഇതിനെ തടുക്കാനുള്ള എബിലിറ്റി വരെ കവാക്കിൻ്റെ അടുത്തുണ്ടാവും. കവാക്കിൻ്റെ ചക്ര തോട്ട്സ് ബൊറൂട്ടോന് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുണ്ടാവും. കവാക്കി അറ്റാക്കിനെ ലോഞ്ച് ചെയ്ത് ബൊറൂട്ടോനെ അത് തടുക്കാനാകാണ്ട് വരെയാകും. ഇതിൽ പെട്ടു വെച്ചോ ബൊറൂട്ടോന് വളരെയധികം ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് ബ്ലാക്ക് ക്യൂബ്. ഇത് ബൊറൂട്ടോന് വളരെയധികം ശല്യമായിട്ട് വരും. FTG അപ്പം തന്നെ യൂസ് ചെയ്ത് വെച്ചാൽ അപ്പം തന്നെ കവാക്കി ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ FTGനെ ബൊറൂട്ടോനെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത്? ബൊറൂട്ടോ വന്നിട്ട് റസെങ്കൻ നുസിക്കോ റെഡിയാക്കി വെച്ചോ, പക്ഷേ അതിന് വന്നിട്ട് ഒരുപാടധികം ടൈം വേണം. കാരണം അവൻ്റെ ബോഡി ഫുള്ളും എർത്തിലേക്ക് ആക്കി കണ്ടു വേണം അവന് റസെങ്കൻ നുസിക്കോ റെഡിയാക്കാൻ. അതിനുശേഷം തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൊറൂട്ടോ പെട്ടെന്ന് അവൻ്റെ മേലെ അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴേക്കും കവാക്കി ബ്ലാക്ക് ക്യൂബിനെ അവൻ്റെ മേലെ കയറി. അതിനുശേഷം ബൊറൂട്ടോനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാണ്ടാകും. ഷ്രിങ്കിങ് എബിലിറ്റി. ഇത് കാരണം ബൊറൂട്ടോൻ്റെ എല്ലാ എബിലിറ്റിയും അവനെടുക്കാൻ പറ്റും. ശരിയാണ്, കാരണം ബൊറൂട്ടോനെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സു ഉപയോഗിക്കാൻ അവൻ്റെ മെറ്റൽസ് എത്രയാണ് ആവശ്യം എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കവാക്കി ഷ്രിങ്കിങ് എബിലിറ്റി യൂസ് ചെയ്ത് വെച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് വളരെ മോശമായിരിക്കും. ഇത് കാരണം ബൊറൂട്ടോൻ്റെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സു അവന് വളരെയധികം കമ്മിയാക്കാൻ പറ്റും. ഇതുമാത്രമല്ല കവാക്കിക്ക് ഇനിയും ഫ്യൂച്ചറിൽ കുറേ എബിലിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാരണം ബൊറൂട്ടോന് ഫ്യൂച്ചറിൽ ചാലഞ്ച് ആയിട്ടുള്ള ഒരു ബാറ്റിലായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അപ്പോൾ ബൊറൂട്ടോ മരിക്കുമോ കവാക്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്താൽ? കാരണം കവാക്കി എന്ത് വന്നാലും കൊള്ളും. കാരണം എന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ കവാക്കി കോൺവെർസേഷനിലേ പറഞ്ഞിട്ടില്ല കവാക്കി കൊല്ലുമെന്ന്. ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഞാൻ ഉറപ്പാണ്. പക്ഷേ ഞാൻ നിന്നെ ഇപ്പോൾ കൊള്ളില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ ത്രെഡ്സിനെയും ഞാൻ കൊന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റായിരിക്കുന്ന നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ നെറൂട്ടോനെ റിലീസ് ചെയ്തിട്ട് നെറൂട്ടോൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിക്കും. കവാക്കിൻ്റെ ആലോചനയായിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തു വന്നാലും കവാക്കി ബൊറൂട്ടോനെ കൊല്ലുമെന്ന് വിചാരിച്ചില്ലായിരിക്കുന്നത്. ബൊറൂട്ടോ പറഞ്ഞ ഈ വീക്ക്നെസ് കവാക്കി മണ്ടയിലേറ്റിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ ബൊറൂട്ടോനെ എഗെയിൻസ്റ്റായിട്ട് അവൻ യൂസ് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ ചെയ്ത് ബൊറൂട്ടോൻ്റെ കഥയിനെ തീർക്കാനാണെങ്കിൽ നടക്കില്ല. കാരണം ഈ കഥൻ്റെ പേര് കവാക്കി എന്നല്ല, ബൊറൂട്ടോ എന്നാണ്. ഈ സംഭവത്തിൽ നിന്ന് ബൊറൂട്ടോ എസ്കേപ്പ് ആയിരിക്കും. അതിൽ വിചാരിക്കുന്ന മാതിരി ബൊറൂട്ടോന് ന്യൂ പവേഴ്സ് ആൻഡ് ന്യൂ എബിലിറ്റീസ് കിട്ടുമായിരിക്കും. അത് എങ്ങനത്തെ പവറാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ദ റിയൽ FTG. ഈ ഒരു FTGയാണ് മിനാട്ടോ ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. മിനാട്ടോയുടെ FTG ബൊറൂട്ടോനെയും കാട്ടി സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കാം. മിനാട്ടോൻ്റെ FTG ലേൺ ചെയ്യാൻ ബൊറൂട്ടോ ഉറപ്പായി ശ്രമിക്കുമായിരിക്കും. അതെന്തുകൊണ്ട് ബൊറൂട്ടോൻ്റെ FTGനെയും കാട്ടി പവർ മിനാട്ടോൻ്റെ FTG എന്ന് നമുക്ക് പോയി നോക്കാം. മിനാട്ടോൻ്റെ FTGക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലേ. മിനാട്ടോ എവിടെ ത്രോ ചെയ്താലും കുണായിനെ അവിടേക്ക് തന്നെ അവൻ ടെലിപ്പോർട്ടാകും. എന്തുകൊണ്ട്? മുകളിൽ കുണായിനെ തൂക്കി എറിഞ്ഞാൽ കൂടി മുകളിൽ വരെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും.
മിനാട്ടോൻ്റെ മാർക്കിംഗ് സീൽ മൂവബിൾ ആയതുകൊണ്ട് അവന് എവിടെ വേണമെങ്കിലും ടെലിപ്പോർട്ട് ആകാൻ സാധിക്കും. അടുത്ത ടൈമിൽ പുതിയൊരു മാർക്കിങ്ങും മിനാട്ടോനെ കൊണ്ട് ചെയ്യാൻ പറ്റും. സമയത്തിൽ എനിമികളെ മാർക്ക് ചെയ്ത് അവൻ്റെ മേലെ തന്നെ ടെലിപ്പോർട്ട് ആകാൻ പറ്റും. റസങ്കൻ എന്ന ഇതിനെ സീൽ ചെയ്തും കണ്ട് അതിനെ മാർക്ക് ചെയ്തും കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ വരെ പറ്റും. എനിമികളിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റെങ്ങളിൽ നിന്നും രക്ഷപ്പെടാനെല്ലാം മിനാട്ടോ അവൻ്റെ FTGനെ യൂസ് ചെയ്യാനായിരിക്കും. ഈ കാര്യം ഫസ്റ്റ് ചെയ്തത് വേറെ ആരുമല്ല, സെക്കൻഡ് ഹോക്കാകെ ആയിട്ടുള്ള ടോബി റാമയായിരുന്നു. ടോബി റാമ എല്ലാ വെപ്പൻസിലും ഈ മാർക്കിങ് ചെയ്തും കണ്ട് സഡനാ അവൻ ടെലിപ്പോർട്ട് ചെയ്യും. കറക്റ്റായി അവൻ്റെ മേലെ ടെലിപ്പോർട്ട് ചെയ്യിക്കും. ഇതേപോലെ തന്നെ മിനാട്ടോവും അവൻ്റെ കൂണായി വലിച്ചെറിഞ്ഞാണ്ട് സഡനായിട്ട് എനിമികളെ സ്ലാഷ് ചെയ്യുമായിരിക്കും. ഇതേപോലെ ടെലിപ്പോർട്ടേഷൻ, ഡിഫെൻസ്, അഫെൻസ് എല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും മിനാട്ടോൻ്റെ FTG യൂസ് പെടുമായിരിക്കും. ഇതെല്ലാത്തിനും കാരണം മിനാട്ടോൻ്റെ ചക്ര അവൈലബിലിറ്റി വളരെയധികം കുറവായിരിക്കും. ബട്ട് ബൊറൂട്ടോനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ബട്ട് അതൊരു ഡൗട്ടാണ്. നേരത്തെ പറഞ്ഞ മാതിരി വെപ്പൻസിൽ ഇവൻ്റെ ചക്ര അവൈലബിലിറ്റി ഫസ്റ്റ് ഇവൻ്റെ ചക്രനെ ഇമ്മ്യൂട്ട് പറ്റണം. അത് ബൊറൂട്ടോ അവൻ്റെ ഡോട്ട്സ് കിട്ടിച്ച് കൊടുക്കുമായിരിക്കും. ഈ മെറ്റൽ ഒബ്ജക്റ്റ് എല്ലാം വേറെ വേറെ ഷേപ്പിലായിരിക്കും. ബൊറൂട്ടോ ടെലിപ്പോർട്ട് ആകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഷേപ്പ് ചെയ്തെന്ന് തോട്ട്സ് ഉണ്ട്. അത് ബൊറൂട്ടോ മനസ്സിൽ വിചാരിക്കും. അതിനുശേഷം മാത്രമേ ബൊറൂട്ടോന് ടെലിപ്പോർട്ടിലേക്ക് ആകാൻ പറ്റൂ. ഇതിനെ കൊണ്ട് ലാർജ് അറ്റാക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. മൂവിങ് സീൽ മാർക്കിനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബൊറൂട്ടോന് എനിമീനെ വരെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ബൊറൂട്ടോൻ്റെ FTG ഇത്ര കൊണ്ട് ഹാർഡായിരിക്കുന്നത് എല്ലാവർക്കും കേൾവി. ബൊറൂട്ടോൻ്റെ FTG കഷ്ടമല്ല, കാരണം മിനാട്ടോൻ്റെ FTG സിമ്പിളായിരിക്കും. ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ടോബി റാം ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ടാവും. മിനാട്ടോ ഇതിനെ പ്രോബ്ലംസ് എല്ലാം തീർത്തുകൊണ്ട് അവൻ ഇതിനെയും കാട്ടി പവർഫുൾ ആക്കിയിട്ടുണ്ടാവും. ഇത് മിനാട്ടോ എല്ലാം ടോബി റാമിൻ്റെ അടുത്ത് ഇവൻ ട്രെയിനിങ് ചെയ്ത് വെച്ചാൽ ബൊറൂട്ടോൻ്റെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സു ഇത്തിരിയും കൂടി പവർഫുള്ളായിരിക്കാം. പക്ഷേ ബൊറൂട്ടോ ഇത് ഒറ്റയ്ക്കിൻ്റെ ടെലിപ്പോർട്ടിങ് ജിറ്റ്സുവിനെ കണ്ടിട്ടാണ് ഇതിനെ ലേൺ ചെയ്തത്. ചില ഫാൻസ് തിയറി വെച്ച് ബൊറൂട്ടോ ഫ്യൂച്ചറിൽ ടൈം ട്രാവൽ ചെയ്യാൻ കാഴ്ചയുണ്ടെന്ന് കാണുന്നു. ടോബി റാമയോ മിനാട്ടോൻ്റെ അടുത്തോ ഇവൻ ഈ ടെലിപ്പോർട്ടിങ് ജിറ്റ്സുവിനെ ലേൺ ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റായി പറയാൻ പോകുന്നത് ജോഗൻ. കാവാക്കി പവർഫുള്ളായിരിക്കുന്ന ഒരു കാരണം ലിമിറ്റർ ലിഫ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് കവാക്കി പവർഫുള്ളായിരിക്കുന്നത് ഒരു കാരണം. അതിനെക്കാട്ടി വലിയ കാര്യമാണ് ഗോക്കുഗൺ. ഇത് കവാക്കിക്ക് കുറേ എബിലിറ്റീസ് നൽകുന്നുണ്ട്. ഇതേപോലെ ബൊറൂട്ടോക്ക് ജോഗനും കൊടുക്കാൻ നല്ല കാരണമുണ്ട്. ബൊറൂട്ടോ ഷോയിൽ ജോഗൻ എന്ന ഈ സാധനത്തിന് വളരെയധികം മിസ്റ്ററി കൊടുത്തിട്ടുണ്ടാവും. ഈ ജോഗനിൽ എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, ഈ ഡൊജിറ്റ്സുവിനെ കണ്ടിട്ട് ഒച്ചയ്ക്കൊക്കെ എന്തിനാണ് പേടിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഷീബായി വെച്ചിരിക്കുന്നത്, ഇതേപോലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡോജിറ്റ്സുവിനെ മദർ ഓഫ് ഓൾ ഡോജിറ്റ്സു എന്നും പറയുന്നുണ്ട്. എല്ലാത്തിനും ഈ എന്ത് കാരണമെന്ന് എല്ലാവർക്കും തോന്നും. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജോഗന് എല്ലാ ഡോജിറ്റ്സുവിൻ്റെ പവറും ഉണ്ടാകുമെന്ന് വിചാരിക്കും. റീനഗൻ, ഷെരിങ്ങൻ, വ്യാഹുക്കൺ എന്നീ എല്ലാത്തിൻ്റെയും പവർ ജോഗന് ഉണ്ടാകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് പോർട്ടൽ എന്ന എബിലിറ്റി ഉണ്ടാകുന്ന കുറേ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബൊറൂട്ടോന് FTGയിൽ ഒരു ചേഞ്ചും ഇല്ല വെച്ചാൽ ഈ പോർട്ടൽ ഉപയോഗിച്ചെങ്ങാണ്ട് ടെലിപ്പോർട്ട് ആകാൻ കുറേ ചാൻസ് ഉണ്ട്. ഇതോടെ ഇവൻ മാസ്റ്ററായ സാസുകേൻ്റെ എല്ലാ എബിലിറ്റീസും യൂസ് ചെയ്ത മാതിരിയാകും. ഇതുവരെ ബൊറൂട്ടോക്ക് പോർട്ടൽ എബിലിറ്റി മാത്രമേ സാസുകെ പഠിപ്പിച്ചു കൊടുക്കാം. ഇതും പഠിപ്പിച്ചു കൊടുത്തു വെച്ചാൽ ബൊറൂട്ടോ സാസുകേൻ്റെ എല്ലാ എബിലിറ്റിയും യൂസ് ചെയ്ത മാതിരിയാകും. ഇത് ജോഗൻ ചെയ്തില്ലെങ്കിലും കർമ്മ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ്. ബൊറൂട്ടോൻ്റെ കർമ്മയ്ക്ക് ടെലിപ്പോർട്ടിങ് ജിറ്റ്സുവിൻ്റെ എബിലിറ്റി വരെയുണ്ട്. ഇഷിക്ക് ഫൈറ്റ് ആയപ്പോൾ ബൊറൂട്ടോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. മോമോഷിക്ക് ത്രെഡ് എല്ലാം നശിച്ചു പോയതിനു ശേഷം ബൊറൂട്ടോ ഈ കർമ്മ ഇത് യൂസ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അടുത്ത